ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ രണ്ട് ആമ്പൽ കളക്ഷനാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ആമ്പൽ ഞാൻ ഇലയിൽ നിന്നും തൈ ഉണ്ടാക്കിയിട്ട് നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇല എനിക്ക് അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ്. ഓമന എന്നാണ് കേട്ടോ ചേച്ചിയുടെ പേര്. താങ്ക് യു സോ മച്ച് ഓമന ചേച്ചി. നല്ല ഭംഗിയുള്ള ആമ്പൽ പൂവാണ്. ഇതിൽ ഇപ്പോൾ നമുക്ക് ഒരു പൂവ് കൊഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും നമുക്കതിൽ പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട്. ഇലകളിൽ നിന്നും നമുക്ക് ധാരാളം ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെത്. ഇതുപോലെ ഒരു വലിയ ടബിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു താമരയുടെ ട്യൂബറും എനിക്ക് ആ ചേച്ചി തന്നെ തന്നതാണ്. പിന്നെ പിങ്ക് കളറുള്ള കുറച്ച് താമരയുടെ ട്യൂബറുകളും തന്നിട്ടുണ്ട്. അതിപ്പോൾ നട്ട് വെച്ചതേ ഉള്ളൂ. ഈ ഒരു ആമ്പലും നമുക്ക് ഇലയിൽ നിന്നും തന്നെയാണ് തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത്. ഇത് വൈറ്റിന് ചെറിയൊരു വയലറ്റ് ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. നമുക്കത്ര കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇതിനെ നടുമ്പോൾ മാത്രമാണ് വളം ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഞാൻ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇലകളൊക്കെ ഇതുപോലെ ചെറുതായിട്ട് വന്നിട്ടുള്ളത്. ആദ്യമൊക്കെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഇലകൾക്ക്. ഇപ്പോൾ വളമൊന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് ചെറിയ ചെറിയ ഇലകളാണ്. ഇത് ഞാൻ ചെറിയൊരു ടബിൽ ഇലയിൽ നിന്നും തൈ ഉണ്ടാക്കി നട്ടതാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഒരു ആമ്പൽപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആമ്പലിൻ്റെ ഇലയും പിന്നെ താമരയുടെ ട്യൂബറൊക്കെ തരുമ്പോൾ എനിക്കതിൻ്റെ കൂടെ കുറച്ച് ഗപ്പികളെയും ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗപ്പികൾ ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പാഞ്ഞ് നടക്കുന്നുണ്ട്. നല്ല വയലറ്റ് കളറാണ്. വയലറ്റിൻ്റെ സെൻറ്ററിലായിട്ട് യെല്ലോ ഉണ്ട്. കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഒരു ആമ്പലിന്. അപ്പോൾ ഇതിൽ മൊട്ടുകളും വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, സെൻട്രലായിട്ട് മൊട്ടുകളും വരുന്നുണ്ട്. ഈ ഒരു ആമ്പൽ 3 ദിവസം വരെ ഇതുപോലെ രാവിലെ വിടർന്നിട്ട് വൈകുന്നേരം വാടും. എന്നിട്ട് അതേപോലെ തന്നെ പിറ്റേ ദിവസം, അങ്ങനെ 3 ദിവസം വരെ ഇത് നമുക്ക് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പോഴേക്കും വേറൊരു മൊട്ട് അത് വന്നിട്ട് അത് വിരിഞ്ഞ് നിൽക്കും. നല്ല വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഞാൻ ഇതിന് വളം കൊടുത്തത് ആദ്യം ചാണകപ്പൊടിയാണ് കൊടുത്തത്. ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് മണ്ണ് ഒരു ലെയർ ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് ഈ ചെടി ഞാൻ നട്ട് കൊടുത്തത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് വളർത്തിയെടുക്കാം. ഈ 2 ആമ്പലാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.